നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ദോശ ഉണ്ടാക്കിയിട്ടെടുത്താലോ. ആദ്യം തന്നെ ഒരു ചട്നിയാണ് കേട്ടോ അതിലോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, അതുപോലെ കറിവേപ്പില, ശർക്കര ഇട്ട് നന്നായിട്ട് അരച്ചിട്ട് നമുക്കിത് താളിച്ചെടുക്കണം. ഉപ്പും വെള്ളം ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കടുക്, കറിവേപ്പില, ചുവന്ന മുളക് കൊണ്ടാണ് കേട്ടോ തളിച്ചെടുക്കുന്നത്. പിന്നെ ഇതാ വേറൊരു ചട്നി കൂടി ഉണ്ടാക്കിയിട്ടെടുക്കണം. വലിയ ഉള്ളി, ചുവന്ന മുളക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ശർക്കര, ഏലക്ക, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കണം, മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ദോശമാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ രണ്ടാമത് അരച്ച ചട്നി ചേർത്ത് കൊടുക്കാം, ബട്ടർ ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് മുരിച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ച തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ. മറ്റൊരു റെസിപ്പിയിൽ കാണാം. ബൈ.